എവിടേക്കാ അപ്പോട്ടെ രാവിലെ തന്നെ? ടൗണിലൊന്ന് പോണം, 100 കൂട്ടം കാര്യങ്ങളുണ്ടേ. നാട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയാ പോരാട്ടോ. ആ അമ്പിളിയുടെ വിവരം വല്ലതുണ്ടോ? ഇല്ല. എന്തേ? അല്ല, കത്തൊന്നും അയച്ചില്ലേ അവള്? ഇല്ലല്ലോ കുഞ്ഞുലക്ഷ്മി അമ്മേ. ആ, നിനക്കയക്കാൻ മടിയുണ്ടാവും, വീട്ടിൽ അയച്ചിട്ടുണ്ടാവും. ദാ ഇപ്പൊ പറഞ്ഞ് നാവ് എടുത്തതേ ഉള്ളൂ. സരസ്വതിക്ക് 100 ആയസാ. അമ്പിളിയുടെ കത്ത് വന്നിരുന്നു. ഞങ്ങളിപ്പൊ ആ കാര്യം പറഞ്ഞേ ഉള്ളൂ. ആ, നിങ്ങൾ സംസാരിക്കേ. സരസ്വതി വേണ്ട, കോളേജിൽ പോയി എഴുതിയിരുന്നു. നന്നായി. അന്വേഷിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നലുണ്ടാവും. വേറെ എന്നെ കുറിച്ച് വല്ലതും? അപ്പൂട്ടിനെ കുറിച്ച് നല്ലതേ അവൾക്ക് പറയാനുള്ളൂ. മുഴുവൻ അപ്പൂട്ടിനെ കുറിച്ച് തന്നെയാ. പിന്നെ എന്താ ചേച്ചി? ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പറഞ്ഞോളൂ. കുറച്ച് പണം വേണാത്രേ. പുസ്തകം കുറെ മേടിക്കണമെന്ന്. അതിനെന്താ, ഞാൻ പറഞ്ഞിട്ടില്ലേ, എത്ര ആവശ്യം വെച്ചാ പറയാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണ്ട, അമ്പിളിക്കത് വിഷമമാവും. കുറച്ച് തുക ഞാൻ സരസ്വതി ചേച്ചി ഏൽപ്പിക്കാം. വേണ്ട, ഞാനത് വീട്ടിൽ കൊണ്ടുപോയാ അറിയാലോ അവിടുത്തെ കാര്യം. അമ്പിളി ഏൽപ്പിച്ച അവൾ അത് ബാങ്കിലിട്ടോളൂ. എന്നാൽ അങ്ങനെ ചെയ്യാം. മണി ഓർഡർ അയച്ചാ മതി. അതൊന്നും വേണ്ട, ഇക്കാലത്ത് മണി ഓർഡർ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ശങ്കരനെ അയച്ചാ ഗോവിന്ദനാവും കിട്ടുക. ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം. അപ്പോട്ടിന് അത് ബുദ്ധിമുട്ടാവില്ലേ? മണിയനെയും വക്കച്ചനെ അയച്ചാ മതി. ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ തന്നെ എത്തിക്കാം. പോരെ? എന്നാ പോട്ടെ. വീട്ടിലെല്ലാവർക്കും സുഖാണെന്ന് പറയണം. എന്റെ അമ്പിളിക്കുട്ടി, നീ ഇങ്ങനെ അമ്പിളി പൊന്നമ്പിളി ആയിരുന്ന അവന്മാര് തലേ കയറും. എന്റെ അടുത്ത് ആരെങ്കിലും നമ്പർ ഇറക്കുന്നുണ്ടോ? നിനക്ക് ചങ്കൂറ്റുണ്ടടി, അതുപോലാണോ ഈ മാടപ്രാവ്? ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇവളൊരു പാവമാണെന്ന് സീനിയർ സ്റ്റുഡൻസിന് മനസ്സിലായി. അതാ കുഴപ്പം. എന്നാ ഈ മാടപ്രാവിനെ കഴുകന്മാരിൽ നിന്ന് ഞാൻ രക്ഷിച്ചോളാം. അമ്പിളിക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആ, അപ്പൊ മാടപ്രാവാള് മോശമല്ല. എന്താ അമ്പിളി? ഒന്നുമില്ല. മോളെ, പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പഠിക്കണം. മോള് പഠിച്ച് വലിയ നിലയിലെത്തണം. അച്ഛനെന്താ ഇങ്ങോട്ട്? എന്താ, എനിക്കിവിടെ വരാൻ പാടില്ലേ? എന്റെ മോളെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. അച്ഛാ, കുടിച്ചിട്ടിവിടെ? ഇപ്പൊ കുടിച്ചിട്ടില്ല, പക്ഷെ കുടിക്കണം. ഒരാളെ ഒന്ന് സൽക്കരിക്കാനുണ്ട്. ഞാനീ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാടി. നിന്റെ കാശ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ലേ? എന്തിനാടി സ്വന്തം അച്ഛനോട് കള്ളം പറയുന്നത്? അച്ഛാ, ഇത് ഹോസ്റ്റലാ. രാവുണ്ണിക്ക് എല്ലാം ഒരുപോലെ. കാശ് വല്ലതും ഉണ്ടെങ്കിൽ എടുക്കണേ, വെറുതെ എന്നെ വെറു പിടിപ്പിക്കാതെ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ആഹാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? നിന്റെ കയ്യിലൊന്നും ഇല്ല അല്ലേ? അമ്മ പഠിപ്പിച്ചു തന്ന വിദ്യയായിരിക്കും. നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടി. രാവുണ്ണിയെ മണ്ടനാക്കാൻ നോക്കിയാവുണ്ടല്ലോ, അറിയാവല്ലോ തന്നെ. അത് ഞാൻ തരില്ല. അമ്മ അധ്വാനിച്ചുണ്ടാക്കിയ മാലയും കമ്മലുവാ. അത് വിറ്റ് അച്ഛൻ കള്ളു കുടിക്കണ്ട. മാറിപ്പോയി അവിടുന്ന്. അമ്മ കഷ്ടപ്പെട്ട ആ കുട്ടിയുടെ പേഴ്സ, അതങ്ങ് കൊടുത്തേക്ക്. മനസ്സിലാ രവണിയേട്ടാ, വെറുതെ ഒച്ച വെച്ച് അമ്പിളിയെ നാറ്റിക്കരുത്. ആ കുട്ടി സമാധാനമായിട്ട് ഇവിടെ നിന്ന് പഠിച്ചോട്ടെ. നീ ആരാടാ ചെത്തെ അവളെ പഠിപ്പിക്കാൻ? പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ രാവുണ്ണിക്കറിയാം. ഞാൻ അവളുടെ അച്ഛനാ. കേട്ടില്ലേ, ആ കുട്ടിയുടെ അച്ഛനാണെന്ന്. നിങ്ങൾക്കൊക്കെ അച്ഛന്മാരുണ്ടല്ലോ. സ്വന്തം മകളുടെ പേഴ്സ് തട്ടിപ്പറിക്കുന്ന അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. എന്നതാ കണ്ടോളൂ. ആളു കുടിക്കാൻ സ്വന്തം. ഞാൻ പറയണില്ല, അന്തസ്സില്ലാത്ത. ആ പേഴ്സ് കൊടുക്കണോ? വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പൊ വിളിച്ചോണ്ട് പോകും. കാരണം നിനക്ക് കഴിയില്ല രാവണിയേട്ടാ. അപ്പൂട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. നിങ്ങൾ അവിടെ തൊടില്ല. നേരത്തെ എന്റെ മോടെ കാര്യം തീരുമാനിക്കുന്നത് നീയാണോടാ? നീയാണ് വലിയ ദാതയാണെന്ന് പറഞ്ഞിട്ട് നീ കൊല്ലാണല്ലോ. തിരിച്ചു തല്ലാൻ അറിയാഞ്ഞിട്ടല്ല, അമ്പിളിയുടെ അച്ഛനായി പോയി. പിന്നെ ഇവിടെ ചില മര്യാദകളൊക്കെ പാലിക്കണമെന്ന് അമ്പിളി പറഞ്ഞിട്ടുമുണ്ട്. അപ്പൂട്ടൻ നനഞ്ഞിറങ്ങിയ കുളിച്ചേ കയറൂ. ചെറ്റ എന്നെ അപ്പൂട്ടനാക്കരുത്.
ആ പേഴ്സൺ കൊടുക്കണോ? ഇല്ലടാ, നിന്റെ ചെലവിൽ അവളിന് പഠിക്കണ്ട. പാടി കൊണ്ട് ഒരച്ഛൻ, നിങ്ങൾ എനിക്ക് ആരുമല്ല. എന്നിൽ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. ഈ പട്ടി നിന്റെ ആരടി? എന്റെ ദൈവമാണ്. എനിക്കെല്ലാം എല്ലാമാണ്. എന്റെ ദൈവമാണ്. എനിക്കെല്ലാം എല്ലാമാണ്. എന്റെ ദൈവമാണ്. എനിക്കെല്ലാം എല്ലാമാണ്. അപ്പൂട്ടാ, അപ്പൂട്ടാ, അപ്പൂട്ടോ, അപ്പൂട്ടാ, അപ്പൂട്ടാ, അപ്പൂ, അപ്പൂട്ടാ, അപ്പൂട്ടാ. ആരാ? ഞാനാ രാമൻകുട്ടി. ഓ രാമൻകുട്ടി, ആ. എന്താടാ ഈ നേരത്ത്? അപ്പൂട്ടാ, ഒരു ഉഗ്രൻ കേസ്. പായിപ്രയല്ല സാവിത്രി. 5 അടി 4 ഇഞ്ച് പൊക്കം, 50 കിലോ തൂക്കം, പൊന്നിന്റെ നിറം, ശുദ്ധജാതകം, സുന്ദരി, തറവാട്. മതി. എനിക്ക് നീ ഇനി പെണ്ണ് അന്വേഷിക്കണ്ടടാ. നാളെ നിന്നെ കൊണ്ട് പെണ്ണ് കാണാൻ ചെല്ലാമെന്ന് ഞാൻ ഏറ്റിരിക്കുക. ഞാൻ വരണില്ല. എനിക്കിനി പെണ്ണ് കാണണ്ട. ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്കത് മതി. അയ്യോ, ഞാൻ വഴിയാധാരമായേ. എന്താണ് രാമൻകുട്ടി ഇത്? അപ്പൂട്ടാ, സത്യം പറയാലോ, അപ്പൂട്ടന് പെണ്ണന്വേഷിച്ച് കിട്ടുന്ന കാശ് കൊണ്ടാ എന്റെ കുടുംബം കഴിയണത്. ഇനി എന്റെ നീ വിഷമിക്കണ്ടടാ. നീ എന്റെ കൂടെ കുടിക്കോ? ഏതാ അപ്പൂട്ടാ പെണ്ണ്? അതിപ്പ പറയില്ല. കിട്ടിയടാ, അപ്പൂട്ടനൊരു പെണ്ണ് കിട്ടിയടാ. അപ്പൂട്ടന് പെണ്ണ് കിട്ടിയേ. അപ്പൂട്ടന് കല്യാണം. അപ്പൂട്ടന്റെ കല്യാണം. അപ്പൂട്ടന്റെ കല്യാണം. അപ്പൂട്ടന്റെ കല്യാണം. അപ്പൂട്ടാ, അപ്പൂട്ടാ, ഇന്നലെ ഞങ്ങളുടെ ആദ്യരാത്രിയായിരുന്നു. കല്യാണം പൊടി പൊടിച്ചടാ. നിങ്ങളോടൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി മധുവിധുവ, അതും അടിപൊളിയാക്കണം. അവൾക്ക് കാശ്മീരിലേക്ക് പോണെന്നാ. ആയിക്കോട്ടെ, 2 ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണേ. ആ, പെട്ടെന്ന് വേണം. അങ്ങനെ രാജീനാമനം കല്യാണം കഴിഞ്ഞോ? ഒരുമാതിരി പോക്കരത്തരെ കാണിച്ചാലുണ്ടല്ലോ. ഞങ്ങൾ അറിയാതെ നീ പെണ്ണ് കിട്ടും അല്ലേടാ. ഇപ്പൊ നീ സൂഹിക്കണ്ട. അപ്പൊ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നോ? നീ നമ്മളെ വല്ലാതെ പേടിപ്പിച്ചാണല്ലോ. ആട്ടെ, നീ ഇന്നലെ എവിടേക്കാ പോയത്? മാധവേട്ടാ, മണിയാ, കത്ത് വായിച്ച് നിങ്ങൾ ഊഹിച്ചതൊക്കെ സത്യ. അവൾക്ക് എന്നോട് സ്നേഹമാ. അമ്പിളിക്കോ? അപ്പൊ നീ ഇന്നലെയും കോളേജിൽ പോയോ? അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞെന്താന്നറിയോ? ഞാൻ അവൾക്ക് എല്ലാം എല്ലാമാണെന്ന്, ദൈവമാണെന്ന്. പെണ്ണും ചെറുക്കനും തമ്മി ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് വിവാഹം ഇനി നീട്ടിക്കൊണ്ട് പോണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതെങ്ങനെ? പെണ്ണ് പഠിച്ചോണ്ടിരിക്കുകയല്ലേ. വിവാഹം കഴിഞ്ഞാ പിന്നെ ഗർഭമായി, പേരായി. അതൊക്കെ ഒരു വഴിക്ക് നടക്കും, പഠിത്തം വേറൊരു വഴിക്കും പോകും. എന്താ പെട്ട നിനക്കൊരു വല്ലായ്മ? ആ രാവണി സമ്മതിക്കില്ലെന്ന് വെച്ചിട്ടാ അയാളോട് പോകാൻ പറഞ്ഞ ഈ കേസ് ഞങ്ങക്ക് വിട്ടതാ. ഒന്നും മിണ്ടായിരിക്കടാ. ഗൗരവമായ ഒരു കാര്യം ആലോചിക്കുമ്പോഴാ. ഒരാശുപത്രി തുടങ്ങാൻ എന്ത് ചെലവാകും? ഒരു ചായക്കട തുടങ്ങാൻ എന്ത് ചെലവരും ചോദിച്ചാൽ കൃത്യമായി ഞാൻ പറയാം. എന്തിനാ ഒരു ആശുപത്രി വേണം. താമരക്കുളത്തൊരു ആശുപത്രി വേണം. നമ്മുടെ മേലാമുറിയിലെ കെട്ടിടം ഒന്ന് പുതുക്കിയെടുത്താ മതിയില്ലേ? ശരി, ഇന്ന് കുടിച്ച കളിരിട്ടോ ആശുപത്രി ആണെങ്കിൽ ആശുപത്രിക്ക് നല്ലൊരു പേര് വേണമല്ലോ. ഞാൻ ഒരു പേര് പറയാം, അപ്പൂട്ടൻ മെമ്മോറിയം ആശുപത്രി. മരിച്ചതിന് വലിയ മെമ്മോറിയം വെക്കണ അപ്പൂട്ടന്റെ അടിപൊളി അപ്പൂട്ടൻ വക ആശുപത്രി. ഏയ്, അതിനൊരു ചന്തമില്ല. അപ്പുക്കുട്ടൻസ് ക്ലിനിക് കൊള്ളാം. അപ്പൊ ഡോക്ടറോ? ഡോക്ടർ അമ്പിളി. 5 കൊല്ലം കൂടി കഴിയുമ്പോ അമ്പിളി ഡോക്ടറായി താമരക്കുളത്തെത്തും. അപ്പോഴേ അപ്പൂട്ടൻ കാര്യങ്ങൾ തുറന്നു പറയും. പഠിത്തത്തെ ബാധിക്കരുതല്ലോ. ഇപ്പൊ എനിക്ക് 30 വയസ്സ്, അമ്പിളിക്ക് 20. 5 കൊല്ലം കൂടി കഴിയുമ്പോ എനിക്ക് 35, അമ്പിളിക്ക് 25. 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അത് കുഴപ്പമില്ലല്ലേ? അതിന് സ്ത്രീ ദീർഘ പൊരുത്തം പറയും. നല്ലതാ. ഇന്ന് വരെ താമരക്കുളം കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു കല്യാണം. നാടടക്കി വിളിച്ച് സത്യ. പിന്നെ സംഗീത കച്ചേരി, യേശുദാസ് തന്നെ ആയിക്കോട്ടെ. ഇതൊക്കെ കാണുമ്പോ അച്യുതൻ നമ്പ്യാരുടെ ഒരു ഹാലിടക്കുവേ. രസമായിരിക്കലടാ.
കണ്ടില്ലേ പോത്തന്മാര് കള്ളും കുടിച്ച് കിടന്നുറങ്ങണത്. അമ്പിളി, ഇതൊക്കെ ഒരു യോഗ അല്ലേ? അല്ലെങ്കിൽ 49 ആലോചനകൾ മുടങ്ങും. അപ്പൂട്ടൻ ഇതൊന്നും മോഹിച്ചല്ല അമ്പിളിയെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. എന്റെ കുറവുകളൊക്കെ മനസ്സിലാക്കി ഞാൻ എല്ലാമാണെന്ന് അമ്പിളി പറഞ്ഞപ്പോ അപ്പൂട്ടൻ സ്നേഹിച്ചു പോയതാ. ഓരോ വർഷം കഴിയുമ്പോഴും ഞാൻ അമ്പിളിക്ക് വേണ്ടി ഓരോ സമ്മാനങ്ങൾ വാങ്ങിവെക്കും. അമ്പിളിയുടെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയില്ല. വില കൂടിയ വാച്ച്, പാലക്കാ മാല, അഡ്ഡിയല്, ദേഹം മുഴുവൻ പൊന്നുകൊണ്ട് നിറയ്ക്കും, കണ്ണ് തട്ടണം. പിന്നെ കാഞ്ചീപുരം സാരി, അത് കാഞ്ചീപുരത്ത് നിന്ന് തന്നെ എടുക്കണം. അമ്പിളി, കാഞ്ചീപുരത്തേക്ക് നമ്മൾ ഒന്നിച്ചു പോകുന്നു. ഇന്ന് എത്ര കുടിച്ചാലും അപ്പൂട്ടൻ ഫിറ്റാവില്ല. ഇന്ന് അപ്പൂട്ടന്റെ ദിവസമാ. 5 വർഷം ഞാൻ കാത്തിരിക്കും.